Hello, good morning. Good morning, all. Good morning. Good morning, all. Start ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാലേ മാം? Yes. Just ഇപ്പൊ വോയിസ് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, എക്കോ വരുന്നുണ്ടല്ലോ. വീഡിയോ ഓൺ ആണോ? കാണാൻ പറ്റുന്നില്ല. ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെയാണ്. ഗുഡ് മോർണിംഗ് ഓൾ. വോയിസ് ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് കേട്ടോ. ഫസ്റ്റ് ഞാൻ വിംബിൾ അക്കാഡമിയോട് താങ്ക്സ് പറയാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ക്ലാസ് എടുക്കാൻ എനിക്കൊരു അവസരം തന്നതിൽ. താങ്ക് യു സോ മച്ച്. പിന്നെ എന്റെ സുഹൃത്തായ ഡോക്ടർ അൻസർ അബ്ബാസ് സാറാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത്. അദ്ദേഹത്തിനും ഒരു താങ്ക് യു സോ മച്ച്. നമുക്കൊരു ജസ്റ്റ് ഒരു പ്രേയിലൂടെ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഒരു ശ്ലോകം. ഇപ്പൊ എല്ലാവരും മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ റിലാക്സ് ആയിട്ട് ഇരിക്കുകയാണ്. ഓക്കെ അല്ലേ? ഓക്കെ. ഇക്കണ്ട വിശാലമാം വിണ്ടല മുറ്റത്തിങ്കൽ ഗോള നക്ഷത്രങ്ങളെ അമ്മാനമാടിടും. ഒന്നിനോടൊന്നൊന്ന് തട്ടാതെ തട്ടിയും മുട്ടാതെ മുട്ടിയും നിത്യമുരത്തിടും പ്രപഞ്ച ശില്പി. നിന്നിലർപ്പിക്കും സ്തുതിഗീതങ്ങളെ നിന്മലർ കൈകളാൽ ഏറ്റുവാങ്ങൂ. നിന്നിലർപ്പിക്കും സ്തുതിഗീതങ്ങളെ നിന്മലർ കൈകളാൽ ഏറ്റുവാങ്ങൂ. ഇതിന്റെ മീനിങ് എന്താന്ന് അറിയാം? ആർക്കെങ്കിലും അറിയാം? കേൾക്കുന്നില്ല? വോയിസ് ക്ലിയർ അല്ലേ? കേൾക്കുന്നുണ്ട്. ഓക്കെ. അല്ല, റെസ്പോണ്ട് ഒന്നും ഞാൻ തന്നെ കാണുന്നില്ല. പറഞ്ഞോളൂ അർത്ഥം. അത് പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മള് യൂണിവേഴ്സിനെയൊക്കെ ഒന്ന് സ്തുതിക്കുന്നു. നമ്മള് രാവിലെ എണീക്കുമ്പോ നമ്മൾ പ്രേ ചെയ്തിട്ടല്ലേ എണീക്കല്. അപ്പൊ ജസ്റ്റ് ഒന്ന് മെഡിറ്റേഷൻ ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഈ ഒരു ശ്ലോകം ഓർമ്മ വന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് ഇവിടെ പറഞ്ഞത്. ഓക്കെ, അതിന്റെ വരികളൊന്നും കൂടെ പറയാമോ? ഇക്കണ്ട വിശാലമാം വിണ്ടല മുറ്റത്തിങ്കൽ ഘോള നക്ഷത്രങ്ങളെ അമ്മാനമാടിടും. ഒന്നിനോടൊന്നൊന്ന് തട്ടാതെ തട്ടിയും മുട്ടാതെ മുട്ടിയും നിത്യമുരത്തിടും പ്രപഞ്ച ശില്പി. നിന്നിലർപ്പിക്കും സ്തുതിഗീതങ്ങളെ നിന്മലർ കൈകളാൽ ഏറ്റുവാങ്ങൂ. നിന്നിലർപ്പിക്കും സ്തുതിഗീതങ്ങളെ നിന്മലർ കൈകളാൽ ഏറ്റുവാങ്ങൂ. ഇപ്പം മനസ്സിലായി എന്താ പറഞ്ഞത്. താങ്ക് യു. ഇപ്പോ എന്റെ ടോപ്പിക് എന്ന് പറയുന്നത് മെഡിറ്റേഷൻ ആണ് കേട്ടോ. ഫസ്റ്റ് ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഐ ആം ഡോക്ടർ സാജിദ ഫ്രം ആലപ്പുഴ. ഓക്കെ, നമുക്ക് എല്ലാവർക്കും മെഡിറ്റേഷൻ എന്താണെന്ന് അറിയാം അല്ലെ? ഇതില് ബിഗിനേഴ്സ് ഒന്നും ഇല്ലല്ലോ. മെഡിറ്റേഷൻ എന്താണ് ഏതാണെന്നൊന്നും പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. മെഡിറ്റേഷൻ ഈസ് ബേസിക്കലി അബൌട്ട് ദാറ്റ് നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ഡിസ്ട്രാക്ഷൻസിൽ നിന്നും നമ്മളെ ഡിസ്കണക്ട് ചെയ്ത് നമ്മുടെ കോർ സെൽഫിലേക്ക്, ഇന്നർ സെൽഫിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് തന്നെ പല രീതിയിലുണ്ട്. നമുക്കുള്ള ടെൻഷൻസും കാര്യങ്ങളും ഒക്കെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്
നമ്മളെ തന്നെ നമുക്ക് ഹീൽ ചെയ്യാം. സെൽഫ് ഹീലിങ്ങിന് ഇതിനൊക്കെ നമ്മൾ മെഡിറ്റേഷൻ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? കേൾക്കാലോ അല്ലേ? കേൾക്കാം ഓക്കെ. കേൾക്കാം. അപ്പോ കബീർദാസ് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കസ്തൂരിമാൻ കസ്തൂരി തേടി നടക്കുന്നത് പോലെ. അല്ല, ആ കസ്തൂരിമാൻ അറിയില്ല, സ്വന്തം ശരീരത്തിലാണ് ആ കസ്തൂരി ഉള്ളത്. അപ്പൊ അതിങ്ങനെ കസ്തൂരി തേടി നടക്കുന്നത് പോലെയാണ് നമ്മളിൽ തന്നെ ഉള്ള കാര്യങ്ങൾ, നമ്മളിൽ തന്നെ ഉള്ള സൊല്യൂഷനെ നമ്മൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഇങ്ങനെ ശ്രമിക്കുന്നു, തേടിക്കൊണ്ടിരിക്കും. അപ്പോ ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മളെ തന്നെ നമ്മൾ ഹീൽ ചെയ്ത്, നമ്മളെ റിക്കവർ ചെയ്ത്, ലെറ്റിംഗ് ഗോ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന നമ്മുടെ ലൈഫ് നമുക്കായിട്ടുള്ള ഒരു കാര്യമാണത്. അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഈ മെഡിറ്റേഷനിൽ പലർക്കും ഇപ്പോൾ നമ്മൾ ഈ സെക്ഷനിൽ തന്നെ ഫസ്റ്റ് മെഡിറ്റേഷൻ ഉണ്ട്. ഈ മെഡിറ്റേഷനിൽ തന്നെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് പോലും കോൺസെൻട്രേഷൻ മാറുന്ന, നമ്മുടെ ഫോക്കസ് മാറുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിപ്പോ നമ്മളിപ്പോ അടുത്തടുത്ത് ഇങ്ങനെ നമ്മൾ ചിന്തിച്ചോണ്ട് റാൻഡം ആയിട്ട് നമുക്ക് ചിന്തകൾ വരുന്നത് കൊണ്ടാണത്. എല്ലാവർക്കും ചിന്തകൾ ഇങ്ങനെ വന്നു പോകുന്നു, അല്ലെ? നമ്മളിങ്ങനെ മെഡിറ്റേഷൻ ഇരിക്കുന്ന സമയത്ത് നമ്മൾ എത്ര ശ്രമിച്ചാലും നമുക്ക് ചിന്തകൾ ഇങ്ങനെ കയറി. ഇപ്പൊ ലേഡീസ് ആണെങ്കിൽ എന്താണ് കുക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ജെന്റ്സ് ആണെങ്കിൽ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യണം, അപ്പൊ ഇനി അടുത്ത എന്റെ പ്രോസസ്സ് ഉണ്ട്, ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്, അവിടെ വർക്ക് ഉണ്ട്, ഇവിടെ വർക്ക് ഉണ്ട്, ഇതുപോലുള്ള കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ മനസ്സിലോട്ട് കയറി വരും. അപ്പൊ ഈ ചിന്തകളെയൊക്കെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. ഈ മോങ്സ് ഒക്കെ അല്ലേ, മുനിമാരൊക്കെ, അവരൊക്കെ ധ്യാനം ചെയ്യുമ്പോൾ മണിക്കൂറുകളോളം അവർക്ക് ധ്യാനം ചെയ്യാൻ പറ്റും. വളരെ പീസ്ഫുൾ ആയിട്ട് അവർക്ക് ഒരുപാട് മണിക്കൂറുകളോളം അങ്ങനെ ഇരിക്കാൻ കഴിയും. അപ്പൊ നമ്മൾ ചിന്തിക്കത്തില്ല എന്തുകൊണ്ട് അവർക്ക് പറ്റുന്നു നമുക്ക് പറ്റുന്നില്ല എന്ന്? ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ? എന്താണ് അവർക്ക് മാത്രം കഴിയുന്നു, നമുക്ക് അങ്ങനെ സാധിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം? അപ്പോ അവർക്കെന്ന് പറയുന്നത് അവരുടെ ആ ഡിസിപ്ലിനും അവരുടെ ആ സ്പിരിച്വൽ പവറും മാത്രമല്ല, ഇറ്റ്സ് എ സ്കിൽ. ഈ സ്കില്ല് എന്ന് പറയുന്നത് നമുക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. മെഡിറ്റേഷനിലൂടെ നമ്മുടെ മൈൻഡിനെ എത്രത്തോളം റിലാക്സ് ചെയ്യും, നമുക്ക് എത്ര ടൈം കിട്ടുന്നോ അത്രയും ടൈം വരെ നമ്മൾ ആ മെഡിറ്റേറ്റിംഗ് ടൈമിൽ അങ്ങനെ ഇരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയും. അത്രത്തോളം നമ്മുടെ ബോഡി മൈൻഡ് ഒക്കെ റിലാക്സ് ആകും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ടതെന്ന് പറയുന്നത് എങ്ങനെ ഈ മെഡിറ്റേഷനിൽ നമുക്ക് ഫോക്കസ് ചെയ്യാമെന്നുള്ളതാണ്. അതിൽ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല, നമ്മളൊരു 3 സ്റ്റെപ്പ് മാത്രം ഫോളോ ചെയ്താൽ മതി. ഈ 3 സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും ഓർക്കും എന്താണോ അടുത്ത 3 സ്റ്റെപ്പ്. പക്ഷെ അങ്ങനെ വലിയൊരു, ഇപ്പോ ഇതിലുള്ളവർക്കൊക്കെ ഓൾമോസ്റ്റ് അറിയായിരിക്കും, എന്നാലും കഴിഞ്ഞ ഏതോ ഒരു ക്ലാസ്സിൽ ആരോ ചോദിക്കുന്നുണ്ടായിരുന്നു ഫോക്കസ് കിട്ടുന്നില്ല, അപ്പൊ അതെന്താണെന്ന്. അപ്പം ഞാൻ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇന്നത്തെ ഒരു ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലേൺ ടു സിറ്റ് സ്റ്റിൽ. ഫസ്റ്റ് നമ്മൾ സ്റ്റില്ലായിട്ട് അനങ്ങാതെ ഫ്രീസ് ആയിട്ട് ഇരിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോ നമ്മൾ അനങ്ങാതിരിക്കുക എന്ന് പറയുന്നത് വലിയ കഷ്ടമുള്ള ഒരു കാര്യമാണ്, അല്ലെ? നമ്മളിങ്ങനെ ചലിക്കാതെ മാറി ഇരിക്കുക, അതിന് ശ്രമിക്കുക എന്ന് പറയുമ്പം ഇറ്റ്സ് സിമ്പിൾ ബട്ട് ഡിഫിക്കൽട്ട്. അപ്പോ നമ്മളിങ്ങനെ ഇരുന്ന് ശീലിക്കുക. നമ്മൾ എപ്പോഴും റിയാക്ട് ചെയ്യുന്നവരാണ്. എന്തെങ്കിലും ഒരു കാര്യമാണെങ്കിൽ പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യും. ഇപ്പൊ തന്നെ മെഡിറ്റേഷനിൽ നമ്മൾ ഇരുന്നാൽ പോലും ഈ മോങ്സ് ഒക്കെ ഇരിക്കുമ്പോൾ അവർക്ക് അവരുടെ ശരീരത്തിൽ ഒരു കൊതു വന്നിരുന്നാൽ പോലും അവരറിയില്ല. പക്ഷെ നമ്മളൊക്കെ മെഡിറ്റേഷൻ ഇരുന്നാലും അങ്ങനെ ഒരു ആഴമായ ചിന്തകളിലേക്ക്, ഒരു മെഡിറ്റേഷനിലേക്ക് നമ്മൾ പോകാതെ പെട്ടെന്ന് തന്നെ നമുക്കത് റിയാക്ട് ചെയ്യാൻ തോന്നും. അതിന്റെയൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോക്കസ് ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് ലേൺ ടു സിറ്റ് സ്റ്റിൽ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ദ ബ്രീത്ത് ആണ്. നമ്മുടെ ശ്വാസത്തിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ശ്വാസത്തിൽ ശ്രദ്ധിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കണം, ഒരു ടൈമർ സെറ്റ് ചെയ്യണം ഫസ്റ്റ്. ഇങ്ങനെ മെഡിറ്റേഷനിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫോക്കസ് കിട്ടുന്നില്ല എന്നുള്ളവരുടെ കാര്യം കേട്ടോ പറയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഇരുന്നിട്ട് ഒരു ടൈമർ സെറ്റ് ചെയ്യാം. ഈ ടൈമർ ഒരു 10 മിനിറ്റ് അങ്ങനെയൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഇരിക്കുക. എന്നിട്ട് നമ്മൾ ഇരുന്നിട്ട് നമ്മളുടെ ബ്രീത്തിനും
ബ്രീത്ത് ഔട്ടും. ഇതിൽ ഫോക്കസ് ചെയ്യാം. ഇപ്പൊ ഫോക്കസ് ചെയ്യാന്ന് പറയുമ്പോൾ പല ആളുകളും ബ്രീത്ത് ഇൻ ചെയ്യുന്നതും ബ്രീത്ത് ഔട്ട് ചെയ്യുന്നതും ഒക്കെ ചിലർ ചെസ്റ്റിലായിരിക്കാം, ചിലർ സ്റ്റൊമക്കിലായിരിക്കാം. ഇതൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്കും വലിയൊരു ടോപ്പിക് ആയി പോകും. ഞാൻ ചെറിയ രീതിയിലാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുന്ന സമയത്ത് ചിലർക്ക് ചെസ്റ്റ് ആണ് എക്സ്പാൻഡ് ചെയ്യുന്നതായിട്ട് തോന്നുന്നത്, ചിലർ സ്റ്റൊമക്കിലേക്കാണ് ബ്രീത്ത് എടുക്കുന്നത്. അപ്പോൾ ഇത് ഇപ്പൊ നമുക്ക് കംഫോർട്ട് ഏതാന്ന് വെച്ചാൽ ആ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യും. ഇപ്പൊ ചിലർക്ക് ചെസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ ചെസ്റ്റിൽ ഫോക്കസ് ചെയ്യും, ചിലർക്ക് നമ്മൾ മൂക്കിലൂടെ ശ്വാസം എടുക്കുന്ന ആ ഒരു പോയിന്റിലായിരിക്കും നമ്മുടെ കോൺസെൻട്രേഷൻ. അപ്പോൾ ആ ഒരു ഭാഗത്ത് നമ്മൾ ഫോക്കസ് ചെയ്യുക. അപ്പോൾ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ടിൽ ഫോക്കസ് ചെയ്യുക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ദ ആർട്ട് ഓഫ് ലെറ്റിംഗ് ഗോ. ലെറ്റിംഗ് ഗോ എന്താണെന്നൊന്നും ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല. കാരണം നമുക്ക് എല്ലാവർക്കും വരുന്ന ഒരു ചിന്തയാണ്, റാൻഡം ആയിട്ട് വരുന്ന, നമ്മൾ മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ നമുക്ക് റാൻഡം ആയിട്ട് വരുന്ന ചിന്തകളാണ് നമ്മൾ ലെറ്റിംഗ് ഗോ ചെയ്യാൻ പറയുന്നത്. അതായത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടുത്ത് ഞാൻ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ കൂടുതലും മെഡിറ്റേഷൻ ഇരിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് ഇതുപോലുള്ള ചിന്തകൾ കൂടുതൽ വരുന്നത്. അപ്പോൾ നമ്മൾ ആ ചിന്തകളെ ഒക്കെ മാറ്റി നമ്മൾ അതിനെ ലെറ്റിംഗ് ഗോ ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ചിന്തകൾ വരുന്ന സമയത്ത്, ഇപ്പൊ നമ്മൾ മെഡിറ്റേഷൻ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ചിന്തകൾ വരും. ആ ഒരു ചിന്തകൾ വരുമ്പോൾ ആ ചിന്തകളെ നമ്മൾ ഒബ്സർവ് ചെയ്യുക, പക്ഷെ ജഡ്ജ് ചെയ്യാതിരിക്കുക. ഒബ്സർവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ചിന്ത വരും, നമ്മൾ മെഡിറ്റേഷൻ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡിലേക്ക്, ഇപ്പോൾ എന്റെ കാര്യം തന്നെ ഞാൻ പറയാം. ഇപ്പൊ ഞാനിങ്ങനെ മെഡിറ്റേഷൻ ഇരിക്കുന്ന സമയത്ത് ഇപ്പൊ ഞാൻ ഓർക്കുക അടുത്ത് എന്താണ് ഞാൻ കുക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഈ കുക്കിംഗ് എന്ന് വരുമ്പോൾ തന്നെ നമ്മൾ അത് എന്താണ് എന്നുള്ള കാര്യം അവിടെ ജഡ്ജ് ചെയ്യാൻ തുടങ്ങും. ഈ ജഡ്ജിങ് ഇല്ലാതാക്കുക, ഒബ്സർവ് ചെയ്യുക. ഒബ്സർവ് ചെയ്തിട്ട് ആ ചിന്ത അതിനെ ജഡ്ജ് ചെയ്യാതിരിക്കുക, എന്താണ് കുക്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം അവിടെ വിട്ടുക. ഈ വിഷയത്തിനെ നമ്മൾ ലെറ്റ് ഇറ്റ് ഗോ ചെയ്യുക. ഇതൊരു എക്സാമ്പിൾ ആയിട്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന ഏത് ചിന്തകളെയും നിങ്ങൾ ഒബ്സർവ് ചെയ്യുക, ജഡ്ജ് ചെയ്യാതിരിക്കുക. അപ്പോൾ നോ റെസിസ്റ്റൻസ്, നോ ഫ്രസ്ട്രേഷൻ, ജസ്റ്റ് ലെറ്റ് ഇറ്റ് ഗോ. ഈ 3 സ്റ്റെപ്പ് ഫോളോ ചെയ്യുകയാണെങ്കിൽ മെഡിറ്റേഷന് നമുക്ക് ഒരുപാട് ടൈം ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ്, ലേൺ ടു സിറ്റ് സ്റ്റിൽ. നമ്മളിങ്ങനെ അനങ്ങാതെ ഇരിക്കാൻ പഠിക്കണം. ഇതൊക്കെ നമുക്ക് പറ്റുന്നില്ല എങ്കിൽ നമുക്കൊരു ടൈമർ ഒക്കെ വെച്ചിട്ട് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. ടൈമർ സെറ്റ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് എന്നുള്ളത് നമ്മൾ ആ ഒരു 10 മിനിറ്റ് എടുത്തിട്ട് ഇതിനെ ഓരോ ദിവസം ആകുമ്പോഴും നമ്മൾ അതിനെ കൂട്ടി കൊണ്ടുവരിക ടൈം. അപ്പോൾ നമുക്ക് എത്ര ടൈം വരെ ഇരിക്കാൻ പറ്റുന്നു എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. അപ്പം ഇതാണ് ഫോക്കസ് കൊണ്ടുവരാനുള്ള 3 സ്റ്റെപ്പ്. സിമ്പിൾ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ക്ലിയർ ആയോ എല്ലാവർക്കും? ക്ലിയർ ആണോ? ഓക്കെ ക്ലിയർ ആണ്. ഓക്കെ. ഇതുപോലെ നമ്മൾ മെഡിറ്റേഷൻ ഇരിക്കുന്ന സമയത്ത്, മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യും. അതായത് ഒരു ഡീപ്പ് ബ്രീത്തിങ് ആയിരിക്കും നമ്മൾ ഫസ്റ്റ് ടൈം എടുക്കുന്നത്. ഒരു 3 പ്രാവശ്യം അല്ലെങ്കിൽ 5 പ്രാവശ്യം നമ്മൾ ഒരു ഡീപ്പ് ബ്രീത്തിങ് എടുത്തിട്ട് വായിലൂടെ തന്നെ ആ ബ്രീത്ത് ഔട്ട് ചെയ്യാൻ ശ്രമിക്കാം. കാരണം ആ ഒരു ടൈമിൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് പോസിറ്റീവ് എനർജി ഉള്ളിലേക്ക് എടുത്തിട്ട് നമ്മുടെ ശരീരത്തുള്ള ആ ഒരു നെഗറ്റീവ്സിനെ നമ്മൾ നല്ല ഫോഴ്സ്ലി തന്നെ പുറത്തോട്ട് തള്ളുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ഡീപ്പ് ബ്രീത്തിങ് എടുക്കുക ഫസ്റ്റ് ടൈം. അതിനുശേഷം മാത്രം നമ്മുടെ നോർമൽ ബ്രീത്തിലേക്ക് പോകും. സെക്കൻഡ് വൺ എന്ന് പറയുന്നത്, നമ്മൾ ആ ബ്രീത്തിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റൊമക്കിലേക്ക് ആ ബ്രീത്തിങ് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇവിടെയും നമ്മൾ ഫോക്കസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ മൂക്കിലൂടെ ശ്വാസം എടുക്കുമ്പോൾ നമ്മുടെ മൂക്കിലേക്ക് കോൺസെൻട്രേഷൻ കൊണ്ടുവരാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് നമ്മുടെ തൊണ്ട വഴി, നമ്മുടെ ചെസ്റ്റ് വഴി ഇങ്ങനെ നമ്മുടെ സ്റ്റൊമക്ക് എക്സ്പാൻഡ് ചെയ്യുന്നതായിട്ടൊക്കെ നമുക്ക് ഇമാജിൻ ചെയ്യാം. കാരണം ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോക്കസ് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഫോക്കസ് നമ്മളിൽ തന്നെ നിൽക്കണം. അപ്പം ഈ ഫോക്കസ് നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഈ ഒരു കാര്യം അതേപോലെ നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന ടൈമിലും നമ്മുടെ സ്റ്റൊമക്കിൽ ഇരുന്ന് ചെസ്റ്റ് പോർഷനിലേക്ക് വന്ന് ഇങ്ങനെ നമ്മൾ പുറത്തേക്ക് ബ്രീത്ത് ഔട്ട് ചെയ്യുന്നതും നമുക്ക് ഇമാജിൻ ചെയ്യാം. അപ്പൊ ഇതാണ് പറയുന്നത്, ബ്രീത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഈ ഒരു കാര്യമാണ്. ഓക്കെ, ഓക്കെ ആയോ? ഹലോ, ഓക്കെയാണ് മാം.
ആ മനസ്സിലാവുന്നുണ്ട് മാം. ഓക്കെ. അപ്പോ ഇന്ന് നമുക്ക് ഒരു കുറച്ച് ഇപ്പൊ നമ്മുടെ ഈ മെഡിറ്റേഷൻ അല്ലാതെ ഇന്ന് എന്റെ ഒരു സെക്ഷനിലൂടെ നമുക്കൊന്ന് മെഡിറ്റേഷൻ ചെയ്യാം. ഓക്കെ ആണല്ലോ എല്ലാവർക്കും? കാരണം ഈ ഒരു കാര്യം ഇപ്പൊ നമ്മൾ ഈ ഫസ്റ്റ് ചെയ്ത മെഡിറ്റേഷനിൽ ചിലപ്പോൾ നമുക്കൊരു കോൺസെൻട്രേഷൻ കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ ഇപ്പം ഡെയിലി ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ഓക്കെയാണ്. അപ്പോൾ ഡെയിലി ഇല്ല, ചിലർക്കൊക്കെ മടി വരാറുണ്ട് കേട്ടോ. ഈ മെഡിറ്റേഷൻസ് ഒക്കെ നമ്മൾ കൊടുക്കുന്ന ടൈമില് നമ്മളെ സെൽഫ് ഹീലിംഗ് ചെയ്യണോന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മെഡിറ്റേഷൻ ഇരിക്കും. ഫസ്റ്റ് ഡേ കഴിയും, അപ്പൊ അലാറം ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് ഡേ എണീക്കും. സെക്കൻഡ് ഡേ മെഡിറ്റേഷൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു തേർഡ് ഡേ ഒക്കെ ആകുമ്പോൾ പിന്നെ അങ്ങോട്ട് മടി തുടങ്ങി, എനിക്ക് ഫോക്കസ് കിട്ടുന്നില്ല, അതുകൊണ്ടാണ് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ സ്കിപ്പ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ അതൊന്നുമില്ലാതെ നമുക്ക് നമ്മളെ നേരെയാക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് ഓക്കെ ആകണം, നമ്മളെ സെൽഫ് ഹീലിംഗ് ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മൾ ഈ 3 സ്റ്റെപ്പ് നമ്മൾ മൈൻഡിൽ വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ കറക്റ്റ് ആയിട്ടും നമുക്ക് ഈ ഒരു മെഡിറ്റേഷനിൽ നമുക്ക് 100% വിജയം കണ്ടെത്താൻ പറ്റും. സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ്. ഇപ്പൊ മെഡിറ്റേഷൻ നമ്മൾ മോങ്സിനെയൊക്കെ പോലെ ചെയ്യണമെങ്കിൽ നമ്മൾ ഇതുപോലെ നമ്മുടെ ഈ സ്കില്ലിനെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരണം. ഓക്കെ, നമുക്ക് മെഡിറ്റേഷനിൽ പോയാലോ? ഓക്കെ ആണോ എല്ലാരും? ശരിയാണ് മാം. ഓക്കെ, ക്യാം ഒന്ന് ഓഫ് ചെയ്യുന്നുണ്ടേ. ഓക്കെ, ഞാൻ തരുന്ന ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്ത് പതിയെ കണ്ണടച്ച് സ്ലോലി നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാം. ആൻഡ് ഞാൻ തരുന്ന സജഷൻസ്, ഗൈഡൻസ് നിങ്ങൾക്ക് കേട്ടിരിക്കാം. റീൽസ് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം, വിഷ്വലൈസേഷൻ കൊണ്ടുവന്ന് അതിൻ്റെ ഫോളോയിലൂടെ പതിയെ പോകാം. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ. Slowly close your eyes. കണ്ണുകൾ അടച്ച് സ്വസ്ഥമായിരിക്കാം. Take a deep breath in and breathe out in slowly. Once again, take a deep breath in and breathe out in slowly. Breathe in, breathe out. Breathe in, hold it. Breathe out. Breathe in, breathe out. ഓരോ തവണ ശ്വാസം എടുത്ത് റിലീസ് ചെയ്യുമ്പോഴും നിങ്ങൾ കൂടുതൽ കൂടുതൽ റിലാക്സ് ചെയ്യുന്നതായി ഫീൽ ചെയ്യാം. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലെ, ഈ യൂണിവേഴ്സിലെ പോസിറ്റീവായ ഊർജം നിങ്ങളുടെ ഉള്ളിലേക്ക് കടക്കുന്നതായും, ശ്വാസം പതിയെ റിലീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലുള്ള നെഗറ്റീവ്സിനെ പുറന്തള്ളുന്നതായി നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം. ശരീരത്തിൽ എവിടെയെങ്കിലും അസ്വസ്ഥമായ അനാവശ്യമായ ഊർജമുണ്ടെങ്കിൽ അത് ശ്വാസത്തിലൂടെ പതിയെ റിലീസ് ചെയ്യുന്നതായി ഫീൽ ചെയ്യാം. അല്പസമയം നിങ്ങളുടേതായ താളത്തിൽ ശ്വാസം എടുത്ത് റിലീസ് ചെയ്തുകൊണ്ടേയിരിക്കാം.
ആഴത്തിലുള്ള റിലാക്സിങ് സ്റ്റേജ് ആക്സസ് ചെയ്യാൻ നിങ്ങളുടെ മനസ്സും ശരീരവും തയ്യാറാണ്. എത്രത്തോളം ശരീരം റിലാക്സ് ചെയ്യാൻ കഴിയുന്നു അത്രത്തോളം നമ്മൾക്ക് മെഡിറ്റേറ്റിംഗ് ഫീൽ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. നമ്മുടെ ശരീരത്തിനെ കാം ആൻഡ് റിലാക്സ് ആയി വെക്കാം. നമ്മുടെ നെർവ് സിസ്റ്റം റെഗുലേറ്റ് ചെയ്യുന്നതാണ്. നിങ്ങളുടേതായ താളത്തിൽ ശ്വാസമെടുത്ത് പതിയെ റിലാക്സ് ചെയ്യാം. നിങ്ങളുടെ ബോഡിയെ കംപ്ലീറ്റ് ആയി സ്കാൻ ചെയ്യാൻ പോവുകയാണ്. ശരീരത്തിൽ എവിടെയെങ്കിലും അസ്വസ്ഥമായ അനാവശ്യമായ ചിന്തകൾ, ടെൻഷൻ, ഇതൊക്കെ നിങ്ങൾക്ക് എവിടെയൊക്കെയാണോ ഫീൽ ചെയ്യുന്നത് ആ ഭാഗങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരാം. ആ ഭാഗങ്ങളിലേക്ക് ശ്രദ്ധ കൊടുത്ത് റിലാക്സ് ആക്കാൻ ശ്രമിക്കുക. You are now completely relaxed. ഈ സമയത്ത് നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ ഹാർട്ടുമായി കണക്ട് ചെയ്യാം. ഞാൻ എൻ്റെ സ്വയത്തെയുമായി കണക്ട് ചെയ്യുന്നു. I connect with my body. I connect with my heart. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഫോക്കസ് ചെയ്യാം. നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളെ ഒന്ന് റീകോൾ ചെയ്യുക. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുമ്പോൾ നിങ്ങളെ എത്രത്തോളം അസ്വസ്ഥതയും ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നു എന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ജസ്റ്റ് അതിനെ ഒബ്സർവ് ചെയ്യുക, ആക്സസ് ചെയ്യുക. ഈ ഒരു സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട ഓരോരുത്തരെയും ഓർത്തെടുത്ത് എല്ലാ കാര്യങ്ങളും റിലാക്സ് ചെയ്യും. നമ്മുടെ ഹൃദയത്തിനെ വേദനിപ്പിക്കുന്ന, അസ്വസ്ഥമാക്കുന്ന ഈ ഇമോഷനിൽ നിന്ന് ഒരു ബെറ്റർ സ്റ്റേറ്റിലേക്ക് പോകാൻ കഴിയുന്ന ഏറ്റവും നല്ല വഴിയാണ് നമ്മൾ ക്ഷമിച്ചു കൊടുക്കുക, ഫോർഗീവ്നെസ്. ഈ ഫോർഗീവ്നെസ്സിലൂടെ നമ്മൾ ഇതിന് എല്ലാ കാര്യങ്ങളും, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ, ഇമോഷൻ, ടെൻഷൻസ്, എല്ലാത്തിനെയും നമ്മൾ ഫോർഗീവ് ചെയ്യുകയാണ്. ഇനിയും ഈ ഭാരം നമ്മൾ ക്യാരി ചെയ്യുന്നില്ല. ഇതുമായി അസോസിയേറ്റ് ചെയ്യുന്ന എല്ലാ പ്രശ്നങ്ങളും, എല്ലാ സാഹചര്യങ്ങൾക്കും നമ്മൾ പുറത്തു കൊടുത്തിരിക്കുന്നു. I just let go. ഈ സാഹചര്യത്തിൽ നിങ്ങൾ അതിൽ കണ്ടവർക്കും എല്ലാവർക്കും പൂർണ്ണമായും മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് ഫീൽ ചെയ്ത് അവർക്ക് ഫോർഗീവ് ചെയ്തു കൊടുത്തിരിക്കുന്നു.
യെസ്, ഞാൻ ഈ അവസരങ്ങൾക്കും ഇതിലെ എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന് അറിഞ്ഞ് പൂർണ്ണമായും വിട്ടുകൊടുക്കുകയും ക്ഷമിച്ചു കൊടുക്കുകയും ചെയ്യും. ഈ വികാരത്തെ നിങ്ങൾ ശരീരത്തിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ശരീരത്തിൽ നിന്ന് റിലാക്സ് ചെയ്യാൻ പോവുകയാണ്. ശ്വാസത്തിലൂടെ നിങ്ങളുടെ ശരീരത്തിലുള്ള എല്ലാ അൺവാണ്ടഡ് എനർജികളും ഇമോഷനും ശ്വാസം റിലീസ് ചെയ്യുന്ന വഴി പുറത്തേക്ക് ലെറ്റ് ഗോ ചെയ്യും. എത്രത്തോളം നിങ്ങളെ വേദനിപ്പിക്കുന്ന, ആഴത്തിലേക്ക് വലിക്കുന്ന സിറ്റുവേഷൻ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുന്നു, അത്രയും നിങ്ങൾ നിങ്ങളെ തന്നെ ലിബറേറ്റ് ചെയ്യും. ശാന്തമായ ഒരു സിറ്റുവേഷനിലേക്ക് വരികയും ചെയ്യും. വീണ്ടും നിങ്ങളുടെ ശരീരത്തിനെ സ്കാൻ ചെയ്യുക. ഇപ്പോൾ ഞാൻ ഫുള്ളായി കാമാണ്, ക്വയറ്റാണ്, റിലാക്സ് ആണ്. എനിക്കറിയാൻ കഴിയുന്നു എൻ്റെ ആ റിലാക്സിങ് സ്റ്റേജ് പൂർണ്ണമായും ഞാൻ എൻ്റെ മൈൻഡിനെയും ബോഡിയെയും റിലാക്സ് ചെയ്തിരിക്കുന്നു. യെസ്, ഐ ആം ഓക്കെ. ബ്രീത്തിങ്ങിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. നമുക്ക് തിരിച്ചു വരാം. Breathe in. Breathe out. Breathe in. Breathe out. Breathe in. Breathe out. നല്ല ഒരു പുഞ്ചിരിയോടെ കൈകൾ രണ്ടും തിരുമ്മി മുഖത്ത് തടവി പതിയെ റിലാക്സ് ആയി പതിയെ കണ്ണുകൾ തുറക്കാം. ഓക്കെ, തിരിച്ചു വന്നു എല്ലാരും. യെസ്, ഓക്കെ ആണ്. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നന്നായിട്ടൊരു മനോഹരമായിട്ടൊരു മെഡിറ്റേഷൻ. കാരണം നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു മെഡിറ്റേഷൻ ഒരുപാട് ടൈപ്പ് ഓഫ് മെഡിറ്റേഷൻ ഉണ്ട്. യെസ് എല്ലാം മിക്സ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ഫീൽ ചെയ്തൊരു ഇന്നർ ഹീലിംഗ് ആണ്. യെസ് ഞാന് യെസ്. എൻ്റെ ഒരു അപ്പൊ ഞാൻ ആ ഒരു മൊമെന്റിലേക്ക് നല്ല ഓർക്കാൻ പറഞ്ഞപ്പോ ഞാൻ എന്റെ കുട്ടിക്കാലത്തേക്കാ പോയിട്ടുള്ളത്. ഓ കാരണം അവിടെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മനോഹരമായിട്ടുള്ള സങ്കടങ്ങളൊക്കെ. അപ്പൊ അതിൽ നിന്നും പതിയെ പതിയെ ഒന്ന് പുറത്തേക്ക് എടുക്കാൻ പറ്റി എന്നുള്ളതാണ്.
സെഷൻ കഴിഞ്ഞു, ഇനി കണ്ടിന്യൂറ്റി ഉണ്ടോ ഇല്ല, മാമേ? സെക്ഷൻ കഴിഞ്ഞു, സെഷൻ ജസ്റ്റ് ആ ഇന്ററാക്ഷൻ. ആ ഓക്കെ ഓക്കെ. ഓക്കെ, ഏതായാലും നല്ലൊരു സെഷൻ ആയിരുന്നു. താങ്ക് യു. എന്റെ പേര് നിസാവ് എന്നാണ്. മാമിനെ ഞാൻ മുമ്പ് കണ്ടിട്ടില്ല. നമ്മൾ സെഷന് മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഞാൻ ഫസ്റ്റ് ടൈം ആയിരുന്നു. ഓക്കെ ഓക്കെ. ഹൈഫിൽ ഏതായാലും ആ ഒരു ക്ലാസ്, എങ്ങനെ ഹൈഫില് ആ ഓക്കെ ഓക്കെ. നിസാം സാറിനെ അവിടെ എവിടെ എനിക്കറിയാം, CBTയുടെ ക്ലാസ് എടുക്കുന്ന ടൈം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഏതായാലും ഒരു സിമ്പിൾ മെഡിറ്റേഷൻ ഫോർമുല നമുക്ക് ഏതായാലും പഠിപ്പിച്ചു തന്നു എന്നുള്ളതാണ്. അപ്പോ ഒരുപാട് ആ ഒരു 6 സ്റ്റെപ്പാണ് ഞാനത് ഫോളോ ചെയ്തിട്ടുള്ളത്. ഒന്ന് സുഖമായിട്ടൊരു കംഫർട്ട് സോണിൽ നമ്മൾ ഇരിക്കുക, നമ്മുടെ ആ ഒരു ബ്രീത്തിങ്ങിൽ ശ്രദ്ധ കൊടുക്കുക, മൈൻഡ് പോയി കഴിഞ്ഞാൽ അവിടെ നോട്ടീസ് ചെയ്യുക, ഒബ്സർവ് ചെയ്യുക, മെല്ലെ അതിലേക്ക് തന്നെ തിരിച്ചു വരിക, റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ആ റിപ്പീറ്റഡ് മാമിന്റെ വാക്കുകളാണ് നമ്മൾ ആ റിപ്പീറ്റഡ് അതിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. വളരെയധികം മോട്ടിവേറ്റഡ് ആയിരുന്നു. പിന്നെ താങ്ക് യു. നമ്മൾ കൊടുക്കുന്ന ആ എഫേർട്ട് അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. നമ്മൾ സ്വയം, കാരണം എന്റെ ഒരു ഫീലിങ്സ് ആട്ടോ ഞാനിപ്പോ ഷെയർ ചെയ്യുന്നത്. കറക്റ്റ് എനിക്ക് ആ ഫീലിംഗ് 100% പോസിറ്റീവ് മൈൻഡിലേക്ക് കൊണ്ടുപോയി. പിന്നെ നമ്മുടെ മൈൻഡ് അങ്ങോട്ട് ഓടിപ്പോയാൽ തിരിച്ചു വരാൻ മാമിനെ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ്, അതാണ് എടുത്തു പറയേണ്ടത്. പിന്നെ താങ്ക് യു. ഓവർ ആ ഒരു പ്രസന്റേഷൻ, നമുക്ക് കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ആണ് ഈ ഒരു സെഷനിൽ നടക്കുന്നത്. ഏതായാലും ഫിസിക്കലി ആയിട്ട് നമുക്ക് ഈ ഒരു തന്ന ഒരു ആക്റ്റീവ് എനിക്ക് തോന്നുന്നു മറ്റുള്ളവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു, കൺഗ്രാറ്റുലേഷൻ. ഇനിയും നല്ലൊരു താങ്ക് യു. സെഷൻ മാമിന്റെ ഭാഗത്ത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു മാം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിസാം സാർ പറഞ്ഞ പോലെ തന്നെ ശരിക്കും നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റി. ഓക്കെ ഓക്കെ. പിന്നെ ഇനി നമ്മളെ ഓക്കെ പറഞ്ഞു. നമ്മളിപ്പോ ബ്രീത്തിങ്ങിൽ ശ്രദ്ധിച്ചുകൊണ്ടുള്ള മെഡിറ്റേഷൻ ഉണ്ടല്ലോ, ആ അപ്പൊ അത് നമ്മൾ ഫസ്റ്റ് തന്നെ ഡീപ് ബ്രീത്ത് 2-3 വട്ടം എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നമ്മുടെ ബ്രീത്തിൽ ഇങ്ങനെ ശ്രദ്ധിക്കണം അല്ലെ? അപ്പൊ അത് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ ബ്രീത്തിങ്ങിൽ ശ്രദ്ധിക്കണം. Yes, അപ്പൊ നമ്മുടെ yes. മൂക്കിൽ കൂടെ തന്നെയല്ലേ ബ്രീത്ത് ഔട്ട് ചെയ്യേണ്ടത്? അല്ല, നമ്മൾ എങ്ങനെയാണത്? ഫസ്റ്റ് ടൈം നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മൂക്കിലൂടെ നമ്മൾ ശ്വാസം എടുക്കുക. ശ്വാസം എടുത്തിട്ട് അതൊരു ഡീപ് ബ്രീത്ത്, അതാണ് ഫസ്റ്റ് ടൈം ഡീപ് ബ്രീത്തിങ് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ ചെസ്റ്റിലാണെങ്കിലും സ്റ്റൊമക്കിലാണെങ്കിലും നമ്മൾ നല്ല രീതിയിൽ ബ്രീത്തിങ് ചെയ്യുക. അതിന് നമ്മൾ ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് പറയുന്നത്, ഫില്ല് ചെയ്തിട്ട് വേണം നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യാൻ. അപ്പൊ ഈ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ വായിലൂടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇത് കംപ്ലീറ്റ് ആയിട്ട് പുറത്തു പോകാൻ, അപ്പൊ നമുക്ക് വളരെ ഒരു റിലാക്സേഷൻ കിട്ടും എന്നതാണ്. അത് ഇത് ഫസ്റ്റ് ടൈം മാത്രമാണ് കേട്ടോ ചെയ്യേണ്ടത്, ഒരു 3 or 5 ടൈംസ്, അതിൽ കൂടുതൽ നമ്മൾ അത് ചെയ്യേണ്ട കാര്യമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന ബ്രീത്തിങ് നമ്മൾ മൂക്കിലൂടെ നമ്മൾ ശ്വാസം എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യും. ഈ ഒരു ടൈമിലാണ് നമുക്ക് എന്താണോ ആവശ്യം, നമ്മുടെ ഇമോഷൻസിനെ ക്ലിയർ ചെയ്യാനുള്ളതാണോ അല്ലാത്ത വേറെ ഏതൊക്കെ കാര്യങ്ങളാണെങ്കിലും ഈ ഒരു ടൈമിലാണ് നമ്മൾ അതൊക്കെ ഇമാജിൻ ചെയ്യേണ്ടത്. ഇതില് അപ്പോ എനിക്ക് ഇവിടെ തോന്നുന്നു എനിക്ക് തോന്നുന്നു സജനാമിനോട് ഞാൻ പറയാം, നമ്മൾ സാധാരണ ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ സെഷനിൽ പറഞ്ഞു കൊടുക്കാറില്ലേ ക്ലയന്റിന്, നമ്മുടെ ആ പൾസ് ഒന്ന് കൗണ്ട് ചെയ്യാൻ പറയാന്നുള്ളത്. ആ പൾസ് അവർ ഭയങ്കരമായിട്ട്, ചിലപ്പോൾ നമുക്ക് മോർണിംഗിൽ ഇപ്പൊ എല്ലാവരും റിലാക്സ്ഡ് ആയിരിക്കും. ചില ആൾക്കാർ ഇത് ചെയ്ത് കഴിയുന്ന സമയത്ത് മോർണിംഗ് ആണ് ഹൈ ആയിട്ട് ഒരു ആങ്സൈറ്റി ചെയ്യുന്നത്, ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ചിലപ്പോൾ അത് ഇങ്ങനെ നമുക്കൊരു വിറയൽ പോലും, ബോഡി ഒരു ഷെവറിങ് ഉണ്ടാവും. പക്ഷെ അത് ബോഡിയിൽ ഫിസിക്കലി ആയിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞോളണമെന്നില്ല. പക്ഷെ നമുക്ക് ആ ഉള്ളിൽ ഒരു തിടമ്പ് പോലെ, ഒരു വിങ്ങൽ പോലെ ഉണ്ടാവും. പക്ഷെ ആ സമയത്ത് നമുക്ക് എന്താണ്, നമ്മുടെ ആ ഒരു പൾസ് ഒന്ന് കൗണ്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ശ്രദ്ധ പൂർണ്ണമായിട്ട് കിട്ടും എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് എന്നെ സംബന്ധിച്ചോളം അതില്ല. എനിക്ക് കറക്റ്റ് മാമിന്റെ ആ ഒരു ഫോളോപ്പ് കിട്ടി, എനിക്കത് കിട്ടി. കാരണം മറ്റുള്ള ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ആ പൾസ് ഇപ്പോൾ വളരെ സ്പീഡിൽ അടിക്കുകയാണെങ്കിൽ 50 മുതൽ താഴോട്ട് എണ്ണുക, അല്ലെങ്കിൽ 1 മുതൽ മുകളിലേക്ക്. ഒരു ഏകദേശം ഒരു 10-15 ആകുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ബ്രീത്തിങ്ങിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള ആ ശ്രദ്ധ പൂർണ്ണമായിട്ടും അതിലേക്ക് കിട്ടാനുണ്ട്. ഒരു സജഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, കറക്റ്റ് താങ്ക് യു. ആണ്. താങ്ക് യു. ഓക്കെ മാം, താങ്ക് യു. ഞാൻ ചോദിച്ചത് ഇതായിരുന്നു, അതായത് നമ്മൾ ഡീപ് ബ്രീത്ത് എടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ബ്രീത്തിങ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ഡീപ് അപ്പോ ബ്രീത്ത് എടുത്തതിന് ശേഷം നമ്മള് 3-5 വട്ടം ഡീപ് ബ്രീത്ത് എടുത്ത് മൂക്കിലൂടെ എടുത്ത് വായിലൂടെ പുറത്തു വിട്ടതിന് ശേഷം പിന്നെ നമ്മള് നാച്ചുറൽ ആയിട്ട് നമ്മൾ ബ്രീത്തിങ് യെസ്, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും.
അതെ അത് അതെ ആ ഒരു മൂക്കിലൂടെ ഉണ്ടല്ലേ അത് മൂക്കിലൂടെ തന്നെയാണ്. യെസ് യെസ് ആ അങ്ങനെ വന്നു. ആ ഒരു ടൈമിലാണ് നമ്മുടെ പേര് പറഞ്ഞ് തന്നെ നമുക്ക് റിലാക്സ് ചെയ്യാൻ ശ്രമിക്കും. കാരണം ആ ഒരു റിലാക്സേഷൻ നമ്മളെ സെൽഫ് ഹീൽ ചെയ്യുന്നതാണ്. ഓക്കെ ആണോ? ഇപ്പൊ ഞാൻ ഓർക്കുന്നു ഇതില് ഒരു ഷബീബ മാമിന്റെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. ഹോപ്പനോപ്പോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞിട്ട് എഴുതിയിട്ട് മന്ത്രാസ് ഓർക്കുന്നുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഷീബ മാമിന്റെ അല്ലേ? തോന്നുന്നു, എനിക്ക് കറക്റ്റ് പേര് ഞാൻ ഓർക്കുന്നില്ല. അപ്പോ നമ്മൾ അതിൽ പേര് എഴുതിയിട്ടാണ് ആ മന്ത്രാസിൽ നമ്മളുടെ പേരും കൂടെ ഐ ലവ് യു എന്ന് പറയുന്ന സ്ഥലത്ത് ഐ ലവ് യു, ഇപ്പൊ നമ്മുടെ പേര് ഇപ്പൊ ഐ ലവ് യു സജിത എന്ന് നമ്മൾ തന്നെ നമ്മളെടുത്ത് പറയുമ്പോൾ കിട്ടുന്ന ആ ഒരു സെയിം ഫീലിംഗ് നമുക്ക് ഈ മെഡിറ്റേഷനിൽ ഇരിക്കുന്ന ടൈമിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. ഇപ്പൊ ഐ ആം ഓക്കെ സജിത, ഐ ആം ഓക്കെ, യു ആർ കംപ്ലീറ്റ്ലി ഓൾ റൈറ്റ്. അപ്പൊ നമ്മുടെ പേരും കൂടെ നമ്മൾ അതിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് വളരെ അധികം റിലാക്സ് കിട്ടും എന്നുള്ളതാണ്. ട്രൈ ചെയ്യുക. കാരണം ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്ന സാധനം നമ്മൾ പഠിച്ചാലും തീരാത്ത ഒരു ടോപ്പിക്കാണ്. മെഡിറ്റേഷൻ ഒരുപാട് രീതിയിൽ, ഇപ്പൊ നമ്മൾ ഈ ചെയ്യുന്ന മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സണ്ണിൽ നിന്ന് എനർജി എടുത്ത് ചെയ്യുന്ന ഒരു രീതിയിലാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നത്. ഇതിപ്പോ നൈറ്റ് ആണെങ്കിൽ മൂൺ സിറ്റിംഗ് എന്നുള്ള രീതിയിൽ വരും. അപ്പോൾ ഇതിനൊക്കെ ഓരോ പ്രോസസ്സ് ഉണ്ട്. അപ്പം മെഡിറ്റേഷൻ ഇതെല്ലാം നമ്മൾ പഠിക്കണമെങ്കിൽ ഫസ്റ്റ് ബേസിക് മെഡിറ്റേഷൻ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് തന്നെ ആ ഒരു കോൺസെൻട്രേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മൾ ഫസ്റ്റ് ആ സ്റ്റില്ലായിട്ട് ഇരിക്കാൻ പഠിക്കുക, നമ്മുടെ ബ്രീത്തിങ്ങിൽ ഫോക്കസ് ചെയ്യുക, പിന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് വരുന്ന റാൻഡം ആയിട്ടുള്ള ആ ഒരു ചിന്തകൾ വരുന്നതൊക്കെ നമ്മൾ ലെറ്റ് ഇൻ ഗോ ചെയ്യുക. ഇത് മൂന്നുമാണ് നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത്. ഈ ഒരു സ്റ്റെപ്പ് ഈ ബേസ് നമ്മൾ കറക്റ്റ് ആക്കിയാൽ മാത്രമേ നമുക്ക് ഒരുപാട് ടൈം മെഡിറ്റേഷനിൽ ഇരിക്കാൻ പറ്റൂ. ഇപ്പോ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അവസാനമായിട്ട് ഇപ്പൊ ഇതിൽ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല, ഇതിലുള്ള ആൾക്കാർ നിങ്ങളെല്ലാവരും തന്നെ ഒറ്റയ്ക്ക് ഇരുന്നിട്ടുണ്ടോ? അതായത് ഇപ്പോ നമ്മുടെയൊക്കെ കയ്യിൽ ഫോൺ കാണും. ഈ ഫോണൊന്നും ഇല്ലാതെ ഒരു മീ ടൈം, സെൽഫ് ടൈം കണ്ടെത്തി നമ്മുടെ കയ്യിൽ ഫോൺ ഇല്ലാതെ, അതായത് സ്ക്രോളിംഗ് ഇല്ലാതെ, ഒരു നോട്ടിഫിക്കേഷനും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് ഇരുന്നിട്ടുണ്ടോ? ഒരു ഡിസ്റ്റർബൻസും ഇല്ലാത്ത രീതിയിൽ. എത്ര നാളായി നിങ്ങൾ സെൽഫ് ടൈം കണ്ടെത്തിയിട്ട്? ഓർക്കുന്നുണ്ടോ? ആരും ഓർക്കുന്നില്ല. ആർക്കും അങ്ങനെ ഒരു സെൽഫ് ടൈം, മീ ടൈം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. യെസ്. ഇരിക്കാറുണ്ട്. ഓക്കെ. അങ്ങനെ ഇരിക്കണം. നമ്മൾ ആ ഒരു ഇരിക്കുന്ന ടൈമില് നമ്മുടെ സെൽഫ് നമ്മൾ ഹീൽ ചെയ്യുന്നതാണ്. നമ്മുടെ എയറോബിക് വേസ്റ്റ് ഫുള്ള് നമ്മൾ പോലും അറിയാതെ തന്നെ നമ്മളിൽ നിന്ന് അത് എക്സിറ്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പോ നമ്മൾ അങ്ങനെയുള്ള ടൈം ഒക്കെ കണ്ടെത്തുക. നമുക്ക് കിട്ടുന്ന ടൈം, ഇന്ന മെഡിറ്റേഷനിൽ ഞാൻ ഈ ഒരു ടൈം ചൂസ് ചെയ്യണം അങ്ങനെയൊന്നുമില്ല. നമുക്ക് കിട്ടുന്ന ഒരു ടൈം, നമ്മളൊന്ന് റിലാക്സ് ആകണം എന്ന് നമുക്ക് ആ ഒരു തോന്നുന്ന ടൈമിൽ നമുക്ക് മെഡിറ്റേഷനിൽ ഇരിക്കാൻ പറ്റും. അത് നമ്മുടെ ആ ഒരു എനർജിയെ, റിലാക്സേഷൻ ഒക്കെ വളരെയധികം ഇംപ്രൂവ് ചെയ്യും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും എല്ലാം ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെ മാം, നല്ല അടിപൊളി സെഷൻ ആയിരുന്നു. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് നല്ല അടിപൊളി ഒരു മെഡിറ്റേഷൻ ഫ്രീ ആയിട്ട് കിട്ടി. താങ്ക് യു സോ ബോണസ് മച്ച്. ആയിട്ട് നല്ല സെഷൻ ആയിരുന്നു കേട്ടോ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോ ബാക്കിയുള്ളവരെ ഇന്ററാക്ട് ഒരുപാട് ഡിസ്കഷൻ ഉണ്ടാവും കേട്ടോ. മാം പോവാനായിട്ടില്ല, ആളുകളെ വെയിറ്റ് ചെയ്യാം. ആർക്കും പറഞ്ഞോളി, ഇന്ററാക്ട് ചെയ്തോളി, സമയം കളയണ്ട വെറുതെ. അതെ. ഇതില് ചെയ്യുന്നവരുണ്ടാവും, അപ്പൊ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാം. അതെ, എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പറയാം. എന്റെ ക്ലാസ് ഞാൻ പറഞ്ഞു തന്നത് മനസ്സിലായോ? എന്റെ വോയിസ് ഒക്കെ ഓക്കെ ആയിരുന്നോ? ഞാൻ തന്ന സജഷൻസ് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ കഴിഞ്ഞോ? ഇതൊക്കെ നിങ്ങൾക്ക് പറയാട്ടോ. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇനി അതും പറയാം. കാരണം എല്ലാവരും മനുഷ്യരാണ്. തെറ്റുകൾ ചെയ്യാത്ത തെറ്റ് സംഭവിക്കാത്ത ആരുമില്ല. അതുകൊണ്ട് എന്തും പറയാം, നോ പ്രോബ്ലം. ഓക്കെ, ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. പിന്നെ ഞാന് എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ മാം പറഞ്ഞ പോലെ പൂർണ്ണമായിട്ട് അതിൽ ഇൻവോൾവ് ആവാൻ പറ്റാറില്ല. ബ്രീത്തിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ചെറിയ സൗണ്ടുകൾ കേൾക്കുമ്പോഴേക്ക് നമ്മുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് മാറിപ്പോവും.
അതുപോലെ ഒരു അരമണിക്കൂറൊക്കെ മാം പറഞ്ഞ പോലെ ഞാൻ എനിക്കായിട്ട് മാറ്റി വെക്കാറുണ്ട്. പക്ഷെ അപ്പോഴും ഈ ഫോണ് കയ്യിലുണ്ടാവാണ്ട് ചെറിയ നോട്ടിഫിക്കേഷൻ ഒക്കെ വരുമ്പോ ജസ്റ്റ് അതിലേക്കൊന്ന്, അതൊരു ശീലാണത്. ആ ശീലം പാടില്ലല്ലോ. നമ്മള് മെഡിറ്റേഷൻ ചെയ്യുക എന്ന് പറയുന്നത് നമ്മളെ റിലാക്സ് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്. അപ്പൊ നമ്മൾ വേറെ ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പാടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു കാര്യങ്ങളും നമ്മൾ എടുക്കാൻ പാടില്ല. നമുക്ക് കിട്ടുന്ന ആ ഒരു 10 മിനിറ്റ് ആണെങ്കിൽ പോലും അത് നമുക്ക് വേണ്ടി നമ്മൾ മാറ്റി വെക്കാം. വേറെ ആർക്ക് വേണ്ടി നമ്മൾ മാറ്റി വെച്ചാൽ പിന്നെ നമുക്ക് ആര് ചെയ്യും, അല്ലേ? ഹലോ ഹലോ, കേൾക്കുന്നുണ്ട് മാം, പറയാം. യെസ്. അപ്പോ അതിലേക്ക് പോകാതിരിക്കുക. അതാണ് ഞാൻ ഈ സ്റ്റെപ്സ് പറഞ്ഞു തന്ന അതിനാണ്. കാരണം നമ്മൾ ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് നമ്മുടെ ബ്രീത്തിങ് തന്നെയാണ്. നമ്മൾ ഈ നമ്മുടെ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ തന്നെ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ക്ലിയർ ആയി വരും എന്നുള്ളതാണ്. ഓക്കെ, ഓക്കെ ഓക്കെ. ഇന്ന് ഞാന് ഇതിനോട് മാമ ഒന്നൊരു കാര്യം കൂട്ടിച്ചേർക്കാണ്. Yeah. അത് ചില ആളുകൾക്ക് ഈ ഒരു സംഭവത്തിലേക്ക് പൂർണ്ണമായി ഫോക്കസ് കിട്ടാത്തതാണ്. ചിലപ്പോ മാമ് ആരാ പറഞ്ഞെന്ന് അറിയില്ല, അവരങ്ങനെ അല്ല എന്ന് പറയുന്നില്ല, ആണെന്ന് പറയുന്നില്ല. ചില ആളുകൾക്ക് ഒരു തെറ്റായ വിശ്വാസമുണ്ട്, ഈ ഒരു മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് ടോട്ടലി ബ്ലാങ്ക് ആവണം എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. ആ ഒരു തെറ്റിദ്ധാരണ ഉള്ളത് കൊണ്ടാണ് കറക്റ്റ് അവർക്ക് മൈൻഡ് സെറ്റിലേക്ക് ഒന്നും കിട്ടാത്തത്. ഇപ്പൊ ചില ആളുകൾക്ക് ഉണ്ടാകും. അപ്പൊ എന്റെ അടുത്ത് തന്നെ കുറെ ആളുകൾ ചോദിച്ചിട്ട് മൈൻഡ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വേറൊന്നും ചിന്തിക്കാൻ പാടില്ല, എന്റെ മൈൻഡ് ഫുൾ എംപ്റ്റി ആക്കണമൊക്കെ എന്നോട് ഒരാൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ പറയാറുണ്ട്. കാരണം ഈ ഒരു തെറ്റിദ്ധാരണ പല ആളുകൾക്കും ഉണ്ടാവും. അപ്പൊ ഈ ഒരു തെറ്റിദ്ധാരണ അല്ല, ഈ ഒരു ധാരണ ഉള്ളത് കൊണ്ട് തന്നെ ആളുകൾക്ക് ഒരു ഡീപ്പ് ബ്രീത്തിങ്ങിലേക്ക് ഒന്നിനും അത് അറ്റൻഷൻ കിട്ടാൻ, ഇനിയിപ്പോ അവരെന്ത് പഴയ കാര്യം മനസ്സിലേക്ക് കൊണ്ടുവന്നാലും ഒരു ഹാപ്പിനെസ് ഉള്ള ഒരു പിക്ചർ അവരെ മുമ്പ് കാണിച്ചാലും അവർക്ക് കറക്റ്റ് കിട്ടിക്കോളണമെന്നില്ല. അവര് പറയാണ് ഇതൊരു മെഡിറ്റേഷൻ വെറും യൂസ്ലെസ് ആണ്, ചെയ്തിട്ടൊന്നും കാര്യമില്ല എന്നുള്ളത്. ഒരിക്കലും അല്ല. അപ്പൊ ആ അത് ഒരു നമ്മൾ സാറ് തെറ്റായിട്ട് പറഞ്ഞ ഫീൽ കറക്റ്റാ. ചെയ്യും. നമുക്ക് പല കാര്യമില്ല. ചിന്തകളും മനസ്സിലേക്ക് ഇങ്ങനെ കയറി വരും. നമ്മള് മെഡിറ്റേഷന്റെ സമയത്ത് പല ചിന്തകൾ ചിന്തകളും വന്നു പോകണം. അതിനെ നമ്മൾ അബ്സർവ് ചെയ്ത് അതിനെ നമ്മൾ ലെറ്റ് ഗോ ചെയ്യുവാണ് ചെയ്യേണ്ടത്. അതെ അതെ, നമ്മൾ ചിന്തകൾ എന്താണോ നമ്മൾ മനസ്സിലേക്ക് ഒഴിവാക്കാൻ കൊണ്ടുവരണം. ആഗ്രഹിക്കുന്നത് അതാണ് കൂടുതലായിട്ട് ശക്തിയോടുകൂടി മൈൻഡിലേക്ക് അത് വരിക. വരട്ടെ, അത് വരുന്നത് വന്നോട്ടെ, അതിനെ നമ്മൾ സ്വീകരിക്കുക, സന്തോഷപൂർവ്വം സ്വീകരിക്കുക, എന്നിട്ട് അതിനെ ലെറ്റ് ഗോ ചെയ്യുക. അപ്പോഴല്ലേ പോവൂ. അത് നമ്മൾ തടഞ്ഞു നിർത്തുമ്പോഴാണ്, അത് ബ്ലോക്ക് ചെയ്യുമ്പോഴാണ് വീണ്ടും വീണ്ടും അത് വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകുന്നത്. അതാണ് ഞാൻ ആ തേർഡ് സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞതാണ്. അതായത് നമ്മൾ ചിന്തകളെ ഒബ്സർവ് ചെയ്യുക, പക്ഷെ ജഡ്ജ് ചെയ്യാതിരിക്കുക. അതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. നമ്മൾ അത് ഒബ്സർവ് ഞാൻ ചെയ്യുക. അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ ചിന്തകൾ വരുമ്പോ നമ്മൾ അതിനെ തിരിച്ചറിയണതും അതും ഒരു മെഡിറ്റേഷൻ തന്നെയാണ്, മൈൻഡ്ഫുൾനെസ് തന്നെയാണ്. ചിന്തകൾ വരുമ്പോ അപ്പൊ ചിന്ത അപ്പൊ ആ വന്നല്ലോ എന്ന് സാഹചര്യത്തിൽ പറഞ്ഞിട്ട് നമ്മൾ ഇതെന്തറിയോ, ആ ചിന്തകളെ അറ്റൻഷൻ ട്രെയിനിങ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനിൽ മാത്രം കൊണ്ടുപോവുക. എന്റെ ചിന്തകള് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പൊ മാം പറഞ്ഞതുപോലെ അതിനെ ആ ജഡ്ജ് ചെയ്യാൻ പോവാതിരിക്കുക. ഇന്ന ചിന്തകൾ കൊണ്ട് ഞാൻ പൂർണ്ണമായും ഡൗൺ ആണ്, അല്ലെങ്കിൽ എനിക്ക് മുമ്പ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ അതേപോലെ ആയിപ്പോ, അതിനെ ജഡ്ജ് ചെയ്യാതിരിക്കുക. പക്ഷെ നമുക്ക് ആ ചിന്തകൾ നമ്മൾ അതിനെ ഫോക്കസ് ചെയ്ത് അതെങ്ങനെയാണ് അതിൽ നിന്ന് റിലീഫ് ചെയ്യാം, അതിൽ നിന്ന് ഓവർകം ചെയ്യാം എന്നുള്ള ഒരു മെത്തേഡ് കൂടി ഇതിൽ കൊണ്ടുവന്നാൽ നമ്മുടെ ആ ഒരു മെഡിറ്റേഷൻ മനോഹരമാക്കി എടുക്കാം. നമ്മൾ ചെയ്യുന്തോറും നമ്മുടെ തോട്ടുകൾ കുറഞ്ഞു വരും. കറക്റ്റ് ആയിട്ട് ചെയ്യുന്തോറും അതെ അതെ. നമ്മൾ ഫസ്റ്റ് ഡേ ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ഫ്ലോ ആയിരിക്കും വരുന്നത്. അതിനൊക്കെ നമ്മൾ ലെറ്റ് ഗോ ചെയ്ത് വിടുക. അങ്ങനെ തുടർന്നു കൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നീട് ഒന്നും എടുക്കാൻ കാണുന്നില്ല. അതെ. പിന്നെ നമ്മൾ എന്ത് നമ്മുടെ മൈൻഡിലേക്ക് വന്നാലും കുഴപ്പമില്ല, അതിനെ വിട്ട് കളഞ്ഞിട്ട് നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോകാൻ തുടങ്ങും. ഓക്കെ. ഗുഡ് മോർണിംഗ് മാം. ഈ സുപ്രഭാതത്തിൽ വളരെ മനോഹരമായ ഒരു മെഡിറ്റേഷൻ ആണ് കിട്ടിയത്. നമ്മള് സെൽഫ് ചെയ്യുന്നതിലും ഒത്തിരി മറ്റൊരാൾ ചെയ്യിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിങ്സ്, അത് വളരെ ഡീപ്പായിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. മാം. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോ ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന വിംബിൾ അക്കാദമിക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കാണ്. താങ്ക് യു സോ മച്ച്.
അപ്പോൾ അടുത്തൊരു സെക്ഷനായിട്ട് നമുക്ക് കാണുന്നവരെ ബൈ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. Thank you.